ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കുന്ന ലഡു ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ബദാമാണ്. ഞാൻ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കാഷ്യൂനട്ട് വേണം, അതും 100 ഗ്രാമാണ്. പിന്നെ നമുക്ക് വേണ്ടത് വാൾനട്ടാണ്, അതും കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് സീഡ്സ് വേണം, പംകിൻ സീഡ് വേണം, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് വേണം. പിന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഈ 3 സീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് ഡേറ്റ്സ് വേണം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് 3ഉം കൂടെ ഒന്ന് മിക്സ് ആക്കുകയാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ സീഡ്സും ഒക്കെ നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ല സാധനങ്ങളാണല്ലോ. പക്ഷെ നമുക്ക് പലർക്കും ഇത് അപ്പാടെ കഴിക്കാൻ കുറച്ച് മടിയാണല്ലോ, പ്രത്യേകിച്ച് സീഡൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലഡു ആക്കി മാറ്റിയാൽ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഡേറ്റ്സും എടുക്കുന്നുണ്ട്. ഡേറ്റ്സ് നമ്മൾ അതിലെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിൽ ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കണം. ഞാനിതാ പാനിലേക്ക് മാറ്റുകയാണ്. ആദ്യം നമ്മൾ ബദാമും അതുപോലെ കാഷ്യൂനട്ടും വാൾനട്ടുമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കുന്നേ ഉള്ളൂ. ഹീറ്റാക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിലേക്ക് നമ്മൾ പിന്നെ ആ 3 സീഡും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. പിന്നെ ഈ സീഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് അതും നമ്മൾ നേരത്താക്കി വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക, കാരണം നമുക്കത് കുഴച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ പൊടിച്ചതിന് ശേഷം അതുപോലെ നമ്മൾ ഡേറ്റ്സും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഡേറ്റ്സ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കത് കൈ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗീ ചേർക്കണം. എനിക്ക് ഗീ വല്ലാണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഗീയും കൂടെ ചേർത്തൊന്ന് കുഴച്ചിട്ട് പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് ഗീ ആക്കിയിട്ട് നമ്മളതിങ്ങനെ ഉരുട്ടി പിടിക്കണം. നമുക്ക് ബോൾസ് ആയിട്ടാണല്ലോ വേണ്ടത്, ലഡു പോലെ. ആ ലഡു പോലെ നമ്മൾ ഷേപ്പിൽ നമുക്ക് എത്ര സൈസ് വേണമെന്ന് നോക്കിയിട്ട് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് കേട്ടോ. നമ്മളിതിൽ എക്സ്ട്രാ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ആ ഡേറ്റ്സിൻ്റെ മധുരമായിരിക്കും ഇതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലിനും അങ്ങനെ സ്കിന്നിനും എല്ലാം നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ നൈറ്റ് ഓരോ ലഡു വെച്ചിട്ടാണ് കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ്, ഡ്രൈ ഫ്രൂട്ട് വെച്ചിട്ട് ലഡു ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫുള്ള് ലഡു റെഡി ആയതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു അടപ്പൊക്കെയുള്ള പാത്രത്തിലേക്ക് മാറ്റി. ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്, കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.